മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലേശ്വരത്തെത്തുന്ന മഞ്ജുവിനെ കാണുമ്പോൾ ദുർഗയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, നീ മേഘനാഥനെ അവിശ്വസിക്കരുത്, അവൻ പാവമാണ്, അവനെ കൊടുക്കാൻ വേണ്ടി കണ്ണനും മഹാലക്ഷ്മിയും ചെയ്ത പണിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ മഞ്ജുവിന് ദേഷ്യം വരുന്നുണ്ട്. മഞ്ജു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവരെന്തിനാ ചുമ്മാ പറയുന്ന അമ്മയെന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആകെ ദേഷ്യം പിടിക്കുന്നുണ്ട്. പിന്നീട് മഞ്ജുവിനോട് ദുർഗ പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു അമ്മയാകണം, എന്നാലേ മാത്രമേ കണ്ണൻ്റെ അടുത്തു നിന്ന് നിനക്കൊരു അനുകമ്പ ഉണ്ടാവുള്ളൂ. നിൻ്റെ സ്വത്ത് മുഴുവൻ കണ്ണേട്ടൻ നിനക്ക് തരണമെന്നുണ്ടെങ്കിൽ നിനക്കൊരു കുഞ്ഞുണ്ടായാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോഴേക്കും മഞ്ജുവിന് വളരെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മഞ്ജു ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉണ്ണിയും വാമദേവനും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ വേറൊരാൾ നിൽക്കുന്ന കാണുകയാണ്. അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, നീ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നത്, എന്നെ ഇവിടെ പുതിയതായിട്ട് നിയമിച്ചതാണെന്നും കണ്ണൻ സാറ് നേരിട്ട് എന്നെയാണ് നിയമിച്ചിരിക്കുന്നത്, എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഉണ്ണിയെ ഇവിടെ ഉണ്ണിക്ക് നിൽക്കാമെന്നൊക്കെയാണ് കണ്ണൻ സാറ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ണിയും വാമദേവനും ആകെ ഞെട്ടിത്തരിച്ച് പോവുകയാണ്. അങ്ങനെ വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് കണ്ണനോട്, ഇവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ വാമദേവൻ സീമന്തിനിയോട് അടുത്ത് ചെന്നിട്ട് സീമന്തിനോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയും. സീമന്തിനി പറയും, എത്രയും പെട്ടെന്ന് നിങ്ങളെ ആയിരിക്കും ഇനി പുറത്താക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇവളുടെ കയ്യിലെല്ലാം സ്വത്തുക്കൾ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാം പുറത്താവും, നമ്മളുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതാവും എന്നൊക്കെ സീമന്തിനി ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ സീമന്തിനിയോട് പറയുന്നുണ്ട് വാമദേവൻ, എന്നുകൊണ്ട് വിഷമിക്കേണ്ട, അതിനുള്ള മാർഗം, അവളെ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ ഞാനും പ്രതാപനും കൂടെ ചെയ്യാനെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. വാമദേവൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മഞ്ജു ആകെ വിഷമിക്കുന്നുണ്ട്. മഞ്ജു വന്നിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടനെ എന്താണെങ്കിലും കണ്ണേട്ടനെ ഒരു കാരണമില്ലാതെ അവിടെ നിന്ന് പുറത്താക്കില്ല, ഉണ്ണിയേട്ടൻ്റെ ഭാഗത്തു നിന്നും എന്തോ കാര്യമായിട്ടുള്ള സംഭവിച്ചിട്ടുണ്ടെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് മേഘനോട്. അപ്പോൾ മേഘൻ വിചാരിക്കുന്നു, ഇവൾക്കിതെന്ത് സംഭവിച്ചതെന്ന്. എപ്പോഴും കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് ഇവൾക്കിപ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്ന് ഓർത്ത് മേഘനാകെ വല്ലാതെ ആകുന്നുണ്ട്. മേഘം വിചാരിക്കുന്നുണ്ട്, ഇവൾ ആരോ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, അതെന്താണെങ്കിലും കണ്ടുപിടിക്കണം, ഇനി എൻ്റെ അടുത്ത ശ്രമം അത് മാത്രമായിരിക്കുമെന്ന് മേഘൻ ഉറപ്പിക്കുന്നു. അങ്ങനെ പുറത്തോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന മഞ്ജുവിൻ്റെ പിറകെ മഞ്ജു അറിയാതെ പോകുന്നുണ്ട്. അങ്ങനെ മഞ്ജുവും സാഗറും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് മേഘൻ ദൂരെ നിന്നും കാണുകയാണ്. എന്നിട്ട് മഞ്ജു പോകുമ്പോഴത്തേക്കും സാഗറിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് മേഘൻ. എന്നിട്ട് സാഗറിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് നമ്മുടെ മാർക്കോ വരുന്നുണ്ട്. മാർക്കോയുടെ കയ്യിൽ നിന്ന് നല്ല പൊതിരെ തല്ല് കിട്ടുന്നുണ്ട് മേഘനാഥനെ. അങ്ങനെ മേഘനാഥൻ്റെ കയ്യിൽ നിന്ന് സാഗറിനെ രക്ഷിക്കുന്നതാണ് മാർക്കോ. വാമദേവനെയും പ്രതാപനെയും തല്ലിച്ചതച്ചതുപോലെ തന്നെ മാർക്കോ മേഘനാഥനെയും തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോയുടെ അടുത്ത് നിന്ന് മേഘനാഥനിക്ക് നല്ല രീതിയിലുള്ള ഒരു തല്ല് കിട്ടുന്നുണ്ട്. പിന്നീട് കമലേശ്വരം വീട്ടിൽ ഉണ്ണിയുടെ സ്ഥാനം താന്നു പോയത് കേൾക്കുമ്പോഴത്തേക്കും കരുണയ്ക്ക് വളരെ ദേഷ്യമാകുന്നുണ്ട്. കരുണ എന്നിട്ട് ഉണ്ണിയുടെ മേൽ ചാടി കയറുന്നുണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ, ഇയാളുടെ കീഴിൽ ജോലി ചെയ്യാൻ, നിങ്ങൾക്ക് ജോലി രാജിവെച്ചിട്ട് പുറത്തോട്ട് പോകൂടെ എന്നൊക്കെ ചോദിച്ച് ഉണ്ണീനെ വളരെയേറെ അപമാനിക്കുന്നുണ്ട് കരുണ. അത് കേട്ടുകൊണ്ട് വരുന്ന കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിനോട് പറയൂ, എൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ കമ്പനിയിൽ നിന്നും വിരമിച്ചോളാൻ പറയുകയാണ് കണ്ണൻ. അത് കേൾക്കുമ്പോഴത്തേക്കും കരുണ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. കണ്ണൻ അങ്ങനെ പറയുമെന്ന് ഒരിക്കലും കരുണ വിചാരിച്ചില്ല. അങ്ങനെ കരുണയും ആകെ വല്ലാതായി പോകുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കും. ഇനി വരാനിരിക്കുന്ന പുതിയ ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.